iOS പോലത്തെ ഡിവൈസസിനകത്ത് നമ്മൾ സാധാരണ എയർ ഡ്രോപ്പ് കാണാറുണ്ടല്ലേ? അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു അതിവേഗത്തിൽ ഫയലുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് ആൻഡ്രോയിഡ് ഫോണുകൾക്കും നമുക്ക് ഇതുപോലത്തെ ഒരു ഫീച്ചറുണ്ട്. അതായത് ഇൻബിൽഡ് ആയിട്ട് ഫയൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫീച്ചറുണ്ട്. പക്ഷേ ഇത് നമുക്ക് പലർക്കും അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീൻ സെരീന എന്ന ടെക് ചാനലാണ്. ഞാനാണ് ജീനേസൺ. നേരെ വീഡിയോയിലേക്ക്. Back from the dead. നമ്മൾ പലപ്പോഴും ഫയൽസ് ഷെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്പുകളാണ് ഒന്നെങ്കിൽ ഷെയർറ്റ്, അല്ലെങ്കിൽ എക്സെൻഡർ, അല്ലെങ്കിൽ ഇൻഷെയർ. ഷെയർറ്റും എക്സെൻഡറും ഒക്കെ നമുക്ക് ബാൻ വന്നു കഴിഞ്ഞപ്പോൾ അത് പോയി. അപ്പോൾ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇൻഷെയർ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട്, അല്ലെങ്കിൽ ഇതിനേക്കാളും വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട്, സെക്യൂരിറ്റി ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ആപ്പാണ്, അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് നിയർ ബൈ ഷെയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നിങ്ങളുടെ ഫോണിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഇപ്പോൾ സേവായി കിടപ്പുണ്ട്. എന്നാൽ പലർക്കും അറിയില്ല ഇത് എവിടുന്നാണ് നമുക്കിത് തപ്പിപ്പിടിച്ചെടുക്കുക എന്നുള്ളതെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതെങ്ങനെയാണ് ഇത് യൂസ് ചെയ്ത് നമുക്ക് ഫയൽ ഷെയർ ചെയ്യാൻ കഴിയുന്നതെന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 6 മേളിലോട്ടുള്ള ആൻഡ്രോയിഡ് വേർഷൻ ആയിരിക്കണം. മിക്കപ്പോഴും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണുകളെല്ലാം ആൻഡ്രോയിഡ് വേർഷൻ 6 മേളിലാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പഴയ ഫോണുകളുള്ളവർ എന്തായാലും മറ്റ് ആപ്പുകൾ യൂസ് ചെയ്യുക, അതായത് ഇൻഷെയർ പോലത്തെ ആപ്സ് യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുക. ഇതിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത്, അതായത് ഇൻഷെയറിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഷെയർറ്റ് യൂസ് ചെയ്താലോ എക്സെൻഡർ യൂസ് ചെയ്താലോ അതിനേക്കാൾ 3 ഇരട്ടി വേഗതയിലാണ് ഇത് ഫയൽസ് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ iOSൽ കാണുന്ന എയർ ഡ്രോപ്പിൻ്റെയൊക്കെ സെയിം ഒരു സ്പീഡ് നമുക്കിതിനകത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വെച്ച് നീട്ടുമൊന്നും വേണ്ട. നമുക്ക് നേരെ എങ്ങനെയാണ് ഇതൊക്കെ കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നിങ്ങളെ കാണിക്കാം. ആദ്യം നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അവിടെ ഡിവൈസ് കണക്ഷനിൽ നിന്ന് ഓപ്ഷൻ കാണും. അതിനുശേഷം നിങ്ങൾ നിയർ ബൈ ഷെയർ ടേൺ ഓൺ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നിങ്ങളുടെ ബ്ലൂടൂത്ത് അതുപോലെ തന്നെ വൈഫൈ ലൊക്കേഷൻ ഒക്കെ ഓൺ ചെയ്യുക. ഇതേ സെറ്റിങ്സ് തന്നെ നിങ്ങളുടെ റിസീവറിനോടും ചെയ്യാൻ പറയുക. അല്ലെങ്കിൽ നിങ്ങളാണ് റിസീവർ എങ്കിൽ സെൻഡറിനോടും ഇതേ സെറ്റിങ്സ് ചെയ്യാൻ പറയുക. ഇനി നമുക്കൊരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഫയലോ നമുക്ക് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഫോൾട്ടായിട്ടുള്ള ഗാലറിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഫയൽ ചൂസ് ചെയ്യുക. അതിനുശേഷം അത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഹോൾഡ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ബട്ടൺ കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് താഴെ നിയർ ബൈ ഷെയർ എന്ന ഓപ്ഷൻ വരും. നിങ്ങൾ ആ ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ റിസീവറിൻ്റെ ഡിവൈസിൻ്റെ നെയിം അവിടെ ചൂസ് ചെയ്യാനായിട്ട് വരും. നിങ്ങളത് ജസ്റ്റ് പ്രസ് ചെയ്യുക. വളരെയധികം വേഗത്തിൽ തന്നെ നിങ്ങളുടെ ഫയൽ നിങ്ങളുടെ റിസീവറിന് ലഭിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഇൻഷെയറിൽ നിന്നോ അല്ലെങ്കിൽ ഷെയർറ്റ് ഉപയോഗിച്ച എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വളരെയധികം നല്ല സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ കഴിവതും നിങ്ങൾ ഇങ്ങനത്തെ വേഗമേറിയ മെത്തേഡുകൾ യൂസ് ചെയ്യുക നിങ്ങളുടെ ഒരു ഫയൽ ഷെയർ ചെയ്യണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിയർ ബൈ ഷെയർ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഫയൽസ് ഷെയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോസിൻ്റെ അപ്ഡേഷൻ, അതായത് നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് വീണ്ടും പുതിയ വീഡിയോസുമായി കാണാം. See you soon.